ആമേൻ ആമേൻ അവസാനിപ്പിച്ച അല്ലെങ്കിൽ ആമേൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ആ ഭാഗത്തിൽ നിന്നും നമുക്ക് തുടങ്ങുവാൻ ശ്രമിക്കാം. സ്തോത്രം. അവിടെ കൊലോസി ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, കൊലോസിയൻസ് ചാപ്റ്റർ 3 3-ാമത്തെ അധ്യായം അതിന്റെ ആ വാക്യങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച നിർത്തി ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. ആമേൻ. 8-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ നിന്ന് വായിക്കാമല്ലോ. 8. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകള. ആമേൻ. ഇവയൊക്കെയും വിട്ടുകളവി. സ്തോത്രം. ഈ വചനവേദഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുവാനായി ശ്രമിച്ചത്. സ്തോത്രം. കർത്താവായ ആമേൻ സ്തോത്രം. യേശു കർത്താവ് നമ്മളെ രക്ഷിച്ചതിന് ശേഷം, വിടുവിച്ചതിന് ശേഷം ആ സത്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് വ്യക്തമായി ആമേൻ വരച്ച് കാണിച്ചിട്ട് കർത്താവിന് വെറുപ്പുള്ള, കർത്താവിനെ ഒട്ടും സഹിക്കുവാൻ കഴിയാത്തതും കർത്താവിൽ ഇല്ലാത്തതുമായ ആമേൻ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആമേൻ ദൈവത്തിന്റെ ഉദ്ദേശത്തെ തന്റെ തൂലിക കൊണ്ട് മനസ്സിലാക്കിക്കുവാനാണ് ബാക്കിയുള്ള സമയങ്ങളിലായി ശ്രമിക്കുന്നത്. സ്തോത്രം. എന്നാൽ കേവലം ഒരു ന്യായപ്രമാണത്തിന്റെ ശകലങ്ങളായി പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരിയായി ജീവനുള്ള ആമേൻ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളായ അപ്പോസ്തലനായ പൗലോസ് ഇത് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ, പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒരിക്കൽ കൂടി കണ്ടുണരുവാനും ആമേൻ കർത്താവിന് ഹിതമല്ലാത്തതും കർത്താവിന് പ്രസാദകരമല്ലാത്തതും കർത്താവിന് സന്തോഷകരമല്ലാത്തതുമായ ഈ തരത്തിലുള്ള ജീവിത സ്വഭാവങ്ങളാൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇന്ന് രാത്രികാലത്തെ ഈ വേദ വചനത്തിന്റെ ചിന്തകൾ മുഖാന്തരം കർത്താവ് ശുദ്ധീകരിക്കട്ടെ. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് ആമേൻ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ആമേൻ അത്ഭുതകരമായ കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ ഭാഗങ്ങൾ ആമേൻ 2 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കുവാനിടയായി. കോപം, ക്രോധം എന്ന് പറയുന്ന 2 കാര്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. നമ്മൾ ഒരിക്കലും ആമേൻ ആമേൻ പഴയ മനുഷ്യൻ, അതാണെന്നല്ലോ നമ്മൾ ആമേൻ പറഞ്ഞത്. ഇപ്പോഴോ അല്ലെങ്കിൽ മുമ്പേ ഉള്ള കോപത്തിൽ നിന്നും ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ കോപത്തിനും ക്രോധത്തിനും പഴയ ജീവിത സാഹചര്യവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ശക്തമായ വ്യത്യാസം വരേണ്ടവരായിരുന്നു. എന്നാൽ കൊലോസിയ സഭയിലുള്ള ചിലരെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും പല സെക്കൻഡുകളിലും അല്ലെങ്കിൽ പല നിമിഷങ്ങളിലേക്കെങ്കിലും പല ആമേൻ മിനിറ്റുകളിലേക്കെങ്കിലും പല ദിവസങ്ങളിലും ആമേൻ കോപത്തിലും ക്രോധത്തിലും നമ്മൾ പഴയ ആ ജീവിതത്തിലേക്ക് ആമേൻ ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മുമ്പേ നടന്നുപോയ ആ ജീവിതത്തിലേക്ക് നമ്മൾ ഇപ്പോഴെവിടെ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തെ നഷ്ടമാക്കി ജീവിച്ച സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ ശക്തമായി നമ്മളോട് പറയുകയാണ്, കോപവും ക്രോധവും ദൈവത്തിന് ഇഷ്ടമല്ല. അത് എന്തുകൊണ്ടാണെന്ന് കൊലോസ്യ ലേഖനത്തിൽ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിക്കാനിടയായി തീർന്നല്ലോ. അതിന്റെ കാരണം എന്ന് പറയുന്നത് കേവലം കൽപ്പന കൊണ്ടല്ല. ആമേൻ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നമ്മൾ കർത്താവ് മനസ്സിലാക്കിച്ചു തന്ന നമ്മളോട് കർത്താവ് കോപിച്ചിരുന്നെങ്കിൽ, നമ്മളോട് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ക്രോധം കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും സാധാരണ ജീവിതം പോലും പുലർത്തുവാൻ യോഗ്യതയുള്ളവരായിരുന്നില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഭാഗം മാറ്റി നിർത്തിയാൽ ആമേൻ കർത്താവിന്റെ കോപവും ക്രോധവും ആമേൻ പ്രമാണങ്ങൾ അനുസരിച്ച് കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ പലപ്പോഴും ദൈവം കാണിച്ച ദീർഘക്ഷമയുടെ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഈ കാലഘട്ടം അല്ലെങ്കിൽ വരാനുള്ള കാലഘട്ടം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കോപിക്കരുത് എന്നുള്ള ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആമേൻ ദൈവത്തിന്റെ കോപത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള വെളിപ്പാട് നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ട് പഠിച്ചവരാണ്. ആമേൻ അത് വെളിപ്പെട്ട സ്ഥലമാണ്. ഒട്ടും മാനുഷികമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ക്രൂശുമരണം. സ്തോത്രം. ദൈവത്തിന്റെ കോപം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തെ ആമേൻ ഒരു നിലവാരത്തിൽ ആമേൻ കഴിഞ്ഞ കാലങ്ങളുടെ ജീവിതമായി നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കിയാട്ടെ. സ്തോത്രം.
ആമേൻ യേശു കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. സ്തോത്രം. ഒരു പാപവും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ആരും ചോദിക്കാനില്ലാത്തവനെ പോലെ, ആരും ആമേൻ ഉത്തരവാദിത്തമില്ലാത്തവനെ പോലെ, ആമേൻ ഒരു മൃഗത്തെ എവിടെയെങ്കിലും വെച്ച് ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു കൊല്ലുന്നത് പോലെ, ആമേൻ വെറും മൃഗത്തെക്കാൾ, അല്ലെങ്കിൽ മൃഗത്തോടൊരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ദുഃഖകരമായ അവസ്ഥയിൽ ആമേൻ സകലത്തെയും ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്താൽ സൃഷ്ടിച്ച ആമേൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ യേശു കർത്താവിന് ലഭിച്ചത് വളരെ ദുഃഖകരമായ ഒരു അന്ത്യമായിരുന്നു. സ്തോത്രം. ആമേൻ തന്റെ ഗദസമന മുതൽ ആമേൻ ഗോൽഗോത്ത വരെയുള്ള ജീവിത സാഹചര്യങ്ങൾ നോക്കിയാൽ അത്ര നാൾ കൂടെ നിന്ന് യൂദാസ് കെട്ടിപ്പിടിച്ച് അവന് വഞ്ചിച്ചതിന് ശേഷം ആമേൻ തന്നെ കളഞ്ഞിട്ട് പോയി. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ തന്നിൽ നിന്നും അകന്നുപോയി. ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ടുപോയി. അതിനുശേഷം യേശുവിന്റെ ജീവിതം നമുക്ക്, ഞാൻ പറയാതെ തന്നെ നമ്മൾ പല പ്രസംഗങ്ങളിലും അതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം വായിച്ചും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. യേശുവിനോളം വേദനിക്കപ്പെട്ടവർ ആരുമില്ല. സ്തോത്രം. ആ സെക്കൻഡുകൾ, ആ മിനിറ്റുകൾ, ആ മണിക്കൂറുകൾ വിശദീകരിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, ഒരു മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നമ്മൾ യേശു കർത്താവ് പറഞ്ഞതുപോലെ ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ നമ്മൾ അയക്കൂ എന്ന് പറയുന്നതിന് സമാനമായിട്ടാണ് യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഈ ഒരു മൃഗമായ ചെന്നായ് പോലുള്ള ഒരു മൃഗമായ മൃഗം വേട്ടയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. അത് കടിച്ച് കീറിയാണ് മൃഗങ്ങളെ തിന്നുന്നത്. നമുക്ക് ഈ സിംഹത്തെ പോലെയുള്ള മൃഗങ്ങളെ നോക്കിയാൽ അത് മറ്റ് ഇരകളെ പിടിക്കുമ്പോൾ പെട്ടെന്ന് കൊല്ലുകയാണ് അത് ആദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള ചില മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ജീവനോടെ തന്നെ അതിനെ തിന്നുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ നമുക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ മാറ്റിക്കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡുകളിലേക്കെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പപ്രായത്തിലോ എപ്പോഴെങ്കിലും അല്ലെ ഏതെങ്കിലും വീഡിയോകളിലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. അപ്രകാരം യേശു കർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ അടിച്ചതും തന്നെ വേദനിപ്പിച്ചതും തന്റെ പച്ച മാംസം അവർ പറിച്ചെടുത്തതും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പവിത്രനായിരുന്ന, വിശുദ്ധനായിരുന്ന, ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത, അതിലുപരിയായി നന്മ മാത്രം ചെയ്ത വിശക്കുന്നവർക്ക് വിശപ്പ് മാറ്റിക്കൊടുത്ത, മനസ്സിലോടെ മറ്റുള്ളവരുടെ ഇടപെട്ട, കരഞ്ഞു വന്നവരെ ആശ്വസിപ്പിച്ച, തകർന്നുപോയവരെ, കണ്ണുനീരിന് അടിമകളായി പോകേണ്ട കുടുംബത്തെ ആശ്വസിപ്പിച്ച് മരിച്ചവരെ തിരികെ കൊടുത്ത, അങ്ങനെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മ മാത്രം ചെയ്ത യേശു കർത്താവിനാണ് സ്തോത്രം ക്രൂശ് മരണം വഹിക്കേണ്ടി വന്നത്. അത് കേവലം അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പാപം കൊണ്ട് മാത്രമല്ല, അത് ദൈവ കോപമായിരുന്നു എന്നതോർക്കുമ്പോൾ, എന്നോടും നിങ്ങളോടുമുള്ള പിതാവിന്റെ കോപമായിരുന്നു യേശു കർത്താവ് സഹിക്കേണ്ടി വന്നത്. എന്നോടും നിങ്ങളോടും കാണിക്കേണ്ട ക്രോധമായിരുന്നു യേശു കർത്താവ് ക്രൂശിൽ വഹിച്ച് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നത്. ആ സത്യങ്ങൾ നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം നമ്മളോട് കരുണ കാണിച്ചത്, നമ്മളോട് കാണിക്കേണ്ട കോപം, നമ്മളോട് കാണിക്കേണ്ട ക്രോധം, നമുക്ക് പെട്ടെന്ന് വരുന്ന ദേഷ്യം പലപ്പോഴും നമുക്ക് വരാറുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ പിതാവായ ദൈവം, അല്ലെങ്കിൽ സ്തോത്രം, യേശു കർത്താവ് നമ്മളോട് അങ്ങനെ പെട്ടെന്നൊരു കോപം കാണിച്ചിരുന്നെങ്കിലോ? സ്തോത്രം. യോഹന്നാൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ, ഒരിക്കൽ യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് തീയിറക്കി അവരെല്ലാം ദഹിപ്പിച്ചു കളയാം. അപ്പോൾ തിരിച്ച് ആ മനോഭാവത്തെ തിരുത്തുവാൻ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞ, നമ്മൾ ആരും അതിൽ നിന്ന് കർത്താവിന്റെ കൃപയില്ലെങ്കിൽ നമുക്കാർക്കും അങ്ങനെ ഒന്നും പറയുവാൻ യോഗ്യതയില്ല. നമുക്കൊരാളോട് ക്ഷമിക്കണം, നമ്മൾ ഒരാളോട് ക്രോധം കാണിക്കാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ കോപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്, നമ്മൾ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. നമ്മുടെ മനസ്സിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും ആരോടെങ്കിലും അമിതമായ കോപം പിടിച്ചടക്കുവാൻ കഴിയാതെ നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷവും അവരോട് കോപിച്ചേക്കാം, അവരോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചേക്കാം. ചില കാര്യങ്ങൾ എനിക്കും കൂടെ പറയാനുണ്ട്. അത് ലോകത്തിന്റെ ബുദ്ധിയാണ് കേട്ടോ, അത് ലോകത്തിന്റെ ജ്ഞാനമാണ് കേട്ടോ. ലോകത്തിന്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിയ യേശു കർത്താവിന്റെ പുറകെ സഞ്ചരിക്കുന്ന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ കോപവും ക്രോധവും വെളിപ്പെട്ടു. കർത്താവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ആ കോപം മറയപ്പെട്ടെങ്കിൽ
അവൻ എന്നോടും നിങ്ങളോടും കാണിക്കാൻ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ശത്രുവായിരുന്നവൻ, ആമേൻ ഹല്ലേലൂയ, വിശുദ്ധനായിരുന്ന തന്റെ പുത്രനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞെങ്കിൽ ആ ക്രോധ കലശം, ആ ക്രോധത്തിൽ നിന്നും ദൈവം നമ്മളെ സ്വന്തം രക്തത്താൽ ആമേൻ വിലയ്ക്ക് വാങ്ങി നമ്മളെ അവന്റെ വകയാക്കി തീർത്തിരിക്കെ അങ്ങനെ ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തിക്കുമ്പോൾ കർത്താവ് നമ്മളെ കുനിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കോപിച്ചാലോ? സ്തോത്രം. ആ സ്നേഹമുള്ള കർത്താവ്, ദൈവം നമ്മളോട് സ്നേഹം വെളിപ്പെടുത്തിയിട്ട് കോപിക്കേണ്ട മംഗലത്തിൽ കോപിക്കാതിരുന്നിട്ട് പറയുക, മക്കളെ ഞാൻ നിങ്ങളോട് കോപിച്ചില്ലല്ലോ, ഞാൻ നിങ്ങളോട് ക്രോധം കാണിച്ചില്ലല്ലോ, ഞാൻ നിങ്ങളോട് അവൻ അത്തരത്തിൽ മുഖം അവൻ വെളിപ്പെട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത് ക്രൂശിലേക്ക് നോക്കിയേ. ലോകത്തിൽ നിങ്ങൾ പറയും എന്റെ അമ്മ എന്നോട് ക്ഷമിച്ചില്ല പാസ്റ്ററെ, എന്റെ അപ്പൻ എന്നോട് ക്ഷമിച്ചില്ല, എന്റെ സഹോദരങ്ങൾ എനിക്ക് ലഭിക്കേണ്ടത് തന്നിട്ടില്ല. ആമേൻ, എന്നോട് അവരാരും ആമേൻ കോപവും ക്രോധത്തിലും ആമേൻ തിന്നും മാറി നിന്നിട്ടില്ല. അവർ എന്നോട് കോപിച്ചത് കൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. അവർ ക്രോധം കാണിച്ചത് കൊണ്ടാണ് അന്ന് എന്റെ ജീവിതത്തിൽ ആ വേദനയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ശരിയായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഞാൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്ന വാചകങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കുമെങ്കിൽ ഞാൻ എന്താണ്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസിനോട് ഇതിനെ ജയിക്കുവാൻ എന്താണ് പറഞ്ഞ് അവസാനിപ്പിച്ചതെന്ന് ഇന്ന് പറയുവാൻ ദൈവത്തിന്റെ ആമേൻ കൃപയിൽ ആശ്രയിച്ച് കഴിയും, സമയമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തിലേക്കും കൂടെ കടന്നു വരികയാണ്. ഈ 2-3 പോയിന്റ് കൂടെ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആമേൻ, മൂന്നാമതായി അവിടെ പറയുന്ന പോയിന്റ് ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്, വിശദീകരണത്തിന്റെ ആവശ്യം ഒരുപക്ഷെ ഇല്ലായിരിക്കാം. ഈർഷ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്വത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുഷ്ടത, തിന്മ പ്രവർത്തിക്കുക. ആമേൻ, കോപത്തോടെയോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ കൂടി മറ്റുള്ളവരുടെ തിന്മ പ്രവർത്തിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ നാശം ആമേൻ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെയാണ് മലയാളത്തിൽ ഈർഷ്യ എന്നതും മൂലഭാഷയിൽ ആമേനയുടെ അർത്ഥമാണ് ഞാനിവിടെ പറഞ്ഞത്. സ്വത്രം. ആമേൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ തിന്മ കാണത്തക്ക രീതിയിൽ നമുക്കൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ തിന്മ കാണാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരപ്പന്റെ മക്കളാണ് നമ്മളെന്ന് നമുക്ക് ഓർമ്മ വേണം. സ്തോത്രം. നമ്മുടെ തിന്മ കാണാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ? കർത്താവ് നമ്മളെ ശിക്ഷിക്കേണ്ട സമയത്തും നമ്മളെ പിന്നെയും മടങ്ങി വരുമായിരിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. നമ്മുടെ വേഗത്ത് ഒരു വേദനപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് ആവശ്യമില്ല, ആഗ്രഹമില്ല. കർത്താവായ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദോഷികളായ ആമേൻ മാതാപിതാക്കളായിട്ടാണ് ലോകത്തിൽ നന്മ ചെയ്യുന്ന മാതാപിതാക്കളെ ദൈവം പറഞ്ഞതെങ്കിൽ ആമേൻ ലോകത്തിലെ മാതാപിതാക്കൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്ന് ചിന്തിച്ച് താഴോട്ട് വരുമ്പോൾ അത് വ്യക്തമാക്കി ആമേൻ പൗലോസ് താഴെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടോടെ നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ആമേൻ ഇവിടെ ആദ്യം ഇത് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ ദുഃഖം ആഗ്രഹിച്ചുകൊണ്ട് വേദനിപ്പിക്കുന്നത് ഒരു ദൈവ പൈതലിന്റെ ചേർന്നതല്ല. സ്തോത്രം. മറ്റുള്ളവരുടെ വേദന കാണുകയും നമ്മൾ അവരെന്നോട് പറഞ്ഞു ഞാനും നന്നായിട്ട് ഒരു കുഴപ്പം ചെയ്തിട്ടുണ്ട്, അവർക്ക് അത് അനുഭവിക്കും, അവരത് വേദനിക്കട്ടെ. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അവർ അനുഭവിക്കട്ടെ പാസ്റ്റേ, അവര് നന്നായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാ. അവിടെയൊക്കെ നമ്മൾ ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് വന്നാൽ ആ യോഹന്നാനോട് പറഞ്ഞതുപോലെ തന്നെയാണ്, അവരൊക്കെ അനുഭവിക്കട്ടെ എന്ന് നമ്മൾ പറയാൻ നമുക്കെന്താണ് യോഗ്യത? ആ അളവിൽ ദൈവം നമ്മളോട് കാണിച്ചിരുന്നെങ്കിലോ, നമ്മൾ അളക്കുന്ന അളവിനെ നമ്മളോട് അളന്ന് കിട്ടിയിരുന്നെങ്കിലോ നമുക്ക് ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നോ? സ്തോത്രം. ആമേൻ. നമ്മൾ ഒരു ഭാഗത്ത് ഒരുപക്ഷെ സ്ട്രോങ് ആയിരിക്കാം. നമ്മൾ എതിർക്കുന്ന വ്യക്തികൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ, ഒരുപക്ഷെ നമ്മൾ എതിർക്കുന്ന വ്യക്തികൾ നമ്മൾ ചെയ്യാത്ത ചില പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില തെറ്റുകൾ അവർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എതിർക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ അവരുടെ വേദന കാണുവാൻ വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്കെതിരായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ വേദനിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാവമല്ല ചെയ്യുന്നത്. ആമേൻ. ഈ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിനറിയാം. ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമെന്ന് യേശു ക്രിസ്തുവിന് മുമ്പേ അറിയാം. എന്നാൽ ശീമോനായിരുന്നവനെ കേഫാവാക്കുകയും പിന്നെ പത്രോസാക്കുമെന്നും പെന്തിക്കോസ് നാളിൽ എഴുന്നേൽപ്പിച്ചു നിന്ന് ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ തിരഞ്ഞെടുത്തത് ഇതൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ്. സ്വത്രം. എന്നാൽ അന്ന് എന്നെ തള്ളിപ്പറയും, അതുകൊണ്ട് ഇവന്റെ പൈസ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇവനങ്ങ് നശിച്ചു പോട്ടെ എന്നല്ല. മാക്സിമം സ്നേഹിച്ച് എങ്ങനെയെങ്കിലും മടങ്ങി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സ്നേഹം അവസാനത്തോളം കർത്താവ് വെളിപ്പെടുത്തുകയായിരുന്നു. തനിക്കെതിരെ തിന്മ മാത്രം സംസാരിച്ച യഹൂദ ആളുകളോട് യേശു കർത്താവ് അവസാനം അദ്ദേഹത്തെ പുറത്താക്കി പലവട്ടം സംസാരിച്ചിട്ടും യേശു പുറകെ നടന്ന് പ്രസംഗിക്കുന്ന കാര്യം
കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നഷ്ടമായി പോകും, നിങ്ങൾ മരിച്ചു പോകും, പിന്നെ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റത്തില്ല, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. വിശ്വസിക്ക്. അവരോട് യേശുവിനോട് അവർ ഭൂതമെന്ന് പറയുക, അവർ മോശമായി സംസാരിക്കുകയാ, താഴ്ത്തിക്കെട്ടുകയാ. പക്ഷെ യേശുവിന്റെ ഒരു മനോഭാവം നോക്കണേ. അവരുടെ പുറകെ നടക്കെ, മക്കളെ നിങ്ങൾ നരകത്തിലേക്ക് പോകും. ഒരുപക്ഷെ ഞാനും നിങ്ങളും എതിർക്കുന്ന വ്യക്തികൾ നരകത്തിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തികളായിരിക്കാം, ഈ രക്ഷ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്തവരായിരിക്കാം. എന്നാൽ സഭയിലുള്ള നമ്മൾ പ്രാപിച്ച പരിജ്ഞാനം പ്രാപിക്കാത്ത വ്യക്തികൾ ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ നമുക്കെതിരെ തെറ്റുകൾ സംസാരിച്ച് ഒരുപക്ഷെ നമ്മുടെ നന്മയ്ക്കെതിരെ അവർ നിന്നെന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് നന്മയല്ല. യോസഫ് പറഞ്ഞതുപോലെ ആമേ സ്തോത്രം, അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ മുന്നിലും അത് വെളിപ്പെടുത്താൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളുടെ ഇടയിൽ ആമേ നിങ്ങൾ തിന്മ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ഈർഷ്യ നിങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണെങ്കിൽ, സഹോദരങ്ങൾ വല്ലാതെ നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ച് നിങ്ങൾക്കെതിരെ ഒത്തിരി കുഴപ്പങ്ങൾ ചെയ്ത ഒരു കണക്ക് നിങ്ങൾക്ക് പറവാനുണ്ടെങ്കിൽ, ആ സഹോദരന്റെ നിമിത്തമല്ല കർത്താവ് ഇത് പറയുന്നത്. ആ സഹോദരനേക്കാൾ ക്രൂശിൽ തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, മക്കളെ എനിക്ക് ഈർഷ്യ ഇഷ്ടമില്ല, കാരണം എന്നിൽ അതില്ല. സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങളെ ആമേൻ പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നവനല്ലേ. എനിക്ക് ഇത് ഇഷ്ടമില്ല മക്കളെ. ഞാൻ നിങ്ങളെ എന്റെ കൂടിയിരുത്തുവാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ എന്റെ ജീവൻ തന്ന് നിങ്ങളെ സ്നേഹിച്ചതല്ലേ. ഞാൻ നിങ്ങളെ ശത്രുവായിരുന്നപ്പോൾ നിങ്ങളുടെ തിന്മ ആഗ്രഹിച്ചോ? യേശു ആരുടെയെങ്കിലും തിന്മ ആഗ്രഹിച്ചോ? ഒരിക്കലുമില്ല. പിതാവ് ആരുടെയെങ്കിലും തിന്മ നമ്മളങ്ങ് നശിച്ചു പോകട്ടെന്ന് കർത്താവ് ചിന്തിച്ചോ? ആമേൻ. എവിടെയെങ്കിലും കിടന്ന് ഇല്ലാതാകട്ടെന്ന് ചിന്തിച്ചോ? നമ്മുടെയൊക്കെ ജീവിതം ഒരു സെക്കൻഡിൽ ഈ പ്രാർത്ഥനാ സമയത്ത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. കർത്താവ് നമ്മളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ആമേൻ എന്റെ കാര്യം ചിന്തിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിച്ചാട്ടെ. യേശുവിന്റെ രക്തത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നില്ലായിരുന്നെങ്കിലോ, അന്ന് ആ കൺവെൻഷന് പോകാതിരുന്നായിരുന്നെങ്കിലോ, അന്ന് ആ ട്രാക്ട് നമ്മൾ വാങ്ങിക്കാതിരുന്നായിരുന്നെങ്കിലോ, അന്ന് ആ മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കാതിരുന്നല്ലെങ്കിലോ, ആമേൻ അന്ന് ആ മാതാവ് പിതാവ് നമ്മളെ പ്രാർത്ഥനയ്ക്ക് നയിച്ചില്ലായിരുന്നെങ്കിലോ, അന്ന് ആ പാസ്റ്റർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ലായിരുന്നെങ്കിലോ, ആ കാരണങ്ങളിൽ കൂടിയൊക്കെ നമ്മളിലേക്ക് വന്നത് ക്രൂശിന്റെ സ്നേഹമാണ്. അവരാരുമല്ല സ്നേഹിച്ചത്, അവർക്ക് പുറകിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അങ്ങ് നശിച്ചു പോകട്ടെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളെ ആ വ്യക്തി തേടി വരത്തില്ലായിരുന്നു. നമ്മളൊക്കെ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുവാൻ കൊതിച്ച ഒരുപക്ഷെ കാലഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമ്മൾ ട്രെയിനിന്റെ അടിയിലേക്ക് ഓടുകയോ അല്ലെങ്കിൽ ഒരു കയറിനകത്ത് ജീവിതം തീർക്കുവാനോ ഒരു വിഷത്തിനകത്ത് ജീവിതം തീർക്കുവാനോ, എല്ലാം തീർന്നു, എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ അവസരങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെ ഫോൺ വിളികളും ആരുടെയൊക്കെ മെസ്സേജും ആരുടെയൊക്കെ തേടി വന്നതും വഴിയിൽ നമ്മുടെ ചിന്തകളെ പതറിച്ചു കളയുകയും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ക്രൂശിലെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ വലിയ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തന്നത് കർത്താവ് നമുക്ക് തിന്മ ചെയ്തോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കണ്ടേക്കാം. അതിൽ നിങ്ങൾ ദുഃഖിതരാണോ? അത് തിന്മയല്ല കേട്ടോ. അവർ രക്ഷപ്പെട്ട് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേരുകയായിരുന്നു. അങ്ങനെ നമുക്ക് തിന്മ ചെയ്യുന്നവനല്ല, അങ്ങനെ നമുക്ക് തിന്മ ചെയ്യുന്നവനാണ് എന്ന് കർത്താവിനെ കുറിച്ച് നമുക്ക് തോന്നുന്നെങ്കിൽ ക്രൂശിലേക്കൊന്ന് നോക്കിയാട്ടെ. നമ്മളെ സ്ട്രോങ് ആക്കാൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ പിതാവിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും നഷ്ടങ്ങളുടെ കഥകൾ പറഞ്ഞിട്ട് ദൈവം നമുക്ക് തിന്മ ചെയ്തെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നന്മയല്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. നന്മയല്ലാതെ നമുക്ക് വേണ്ടി യേശു കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. ഈ വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈർഷ്യകൾ മാറിപ്പോകട്ടെ. ആരുടെയും ജീവിതത്തിലെ തിന്മ കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സിനുടമകളാക്കി ദൈവം നമ്മളെ തീർക്കട്ടെ. നമുക്കാരുടെയും തിന്മ കാണാൻ ആഗ്രഹിക്കേണ്ട. കാരണം നമ്മുടെ തിന്മ കാണാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിച്ചില്ല. നമ്മളെ മുടിച്ചു കളയാതിരുന്നത് ദൈവത്തിന്റെ ദയായിരുന്നു. സ്തോത്രം. ഈർഷ്യ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അടുത്തത് പറയുന്നത് ദൂഷണം. സ്തോത്രം. ആമേൻ. ദൂഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ആമേൻ കുറ്റങ്ങൾ. പല ആളുകളും ആമേൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിനെതിരെ തന്നെ സംസാരിക്കാറുണ്ട്. സ്വത്രം. ദൈവത്തിനെതിരെ തന്നെ സംസാരിക്കുന്ന വ്യക്തികളെ ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ യഹൂദന്മാർ ദൈവത്തിനെതിരെ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു. യേശു കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു പാപിയാണെന്ന് പറഞ്ഞു. വളരെ മോശമായി യേശു കർത്താവിനെ കണ്ടു. അന്നത്തെ സമൂഹത്തിൽ യേശു നേരിട്ടതുപോലെ അപമാനം ഒരുപക്ഷെ അന്നത്തെ മതസമൂഹത്തിൽ ഇത്രത്തോളം മാന്യനായ വേറെ ആരും അനുഭവിച്ചു കാണത്തില്ല. സ്വത്രം. ഒത്തിരി ദൂഷണങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നാൽ യേശു കർത്താവ് ഇതിനിടയിൽ വെച്ച് ദൂഷണം പറയുന്ന വ്യക്തികളെ പറ്റി യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ സാത്താന്റെ മക്കളാണെന്നാണ്. സ്തോത്രം. ആമേൻ. നമ്മൾ സാത്താന്റെ മക്കളല്ല. സാത്താന്റെ മക്കളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ ദൂഷണം നമുക്ക് ചേർന്നതല്ല. കുറ്റം പറച്ചിലുകൾ നമുക്ക് ചേർന്നതല്ല. സ്തോത്രം. മറ്റുള്ളവരെ
മറ്റുള്ളവരുടെ നന്മയ്ക്കായി എന്തെങ്കിലും ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ ഷെയർ ചെയ്താട്ടെ. ചില ആളുകൾ എപ്പോഴും കുറ്റം പറയുന്നു, എപ്പോഴും പരാജയപ്പെട്ടവരുടെ ജീവിതം പറയുന്നു. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ ആത്മീക പിതാവിനടുക്കൽ ഞാൻ ചെന്ന് അന്നത്തെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ പ്രസംഗിനായിരിക്കുന്ന ഒരു ദൈവദാസന്റെ ഒരു തെറ്റ് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ യൗവനത്തിന്റെ ആ സാഹചര്യത്തിൽ എൻ്റെ ആത്മീയ പിതാവിനോട് ചെന്ന് പറഞ്ഞു, പാസ്റ്റേ ഞാൻ ഇങ്ങനെ കേട്ടുവല്ലോ, അത് സത്യമാണോ എന്ന് ചോദിച്ചു. ഉടനെ ആ പാസ്റ്ററിനോട് വിലക്കി പറഞ്ഞു, മക്കളെ നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനല്ലേ വലുതാകുമ്പോൾ ഇരിക്കുന്നത്, ഒരിക്കലും ആരുടെയും കുറ്റം മറ്റുള്ളവരുടെ പറയല്ലേ. ദൈവവചനത്തിനെതിരായി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പരാജയപ്പെട്ടു പോയവരുടെ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യല്ലേ. സ്തോത്രം. അത് നല്ലതല്ല, അത് ദൈവത്തിന്റെ സ്വഭാവമല്ല. മറ്റുള്ളവരുടെ കുറ്റം പറയുകയും ഒരുപക്ഷെ അവർ നാളെ തിരുത്തി മടങ്ങി വരുമായിരിക്കും. അവർ ഒരുപക്ഷെ നാളെ ഏത് പാപത്തെയും ക്ഷമിക്കുവാൻ കഴിയാത്തൊരു യുഗത്തിലല്ല നമ്മൾ താമസിക്കുന്നത്. അവർ ഏത് പാപത്തിലേക്ക് പോയാലും ഏത് തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോയാലും അവരെയും ക്രൂശിലെ യേശു എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ സഹോദര ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് ഇതുവരെ കടന്നു വരുവാൻ പൂർണ്ണമായി നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെ തകർക്കുന്നവരാകരുത്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നവരാകരുത്. എന്നെങ്കിലും ഒരു കാലത്ത് ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ പ്രാപിച്ച് തിരികെ വന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ഷെയർ ചെയ്ത ആ വ്യക്തി പറയും, അവനെ എനിക്കറിയാം, അവളെ എനിക്കറിയാം, അന്ന് ഇതായിരുന്നില്ലേ. ചില ആളുകൾ സ്വന്തം ഭാര്യയെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയും, സ്വന്തം ഭർത്താവിനെ പറ്റി മറ്റുള്ളവരോട് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ആമേൻ അവള് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കിരുത്തി സ്വന്തം ഭാര്യയുടെ കുറ്റം മറ്റുള്ള കൂട്ടുകാരോട്, സ്വന്തം ഭർത്താവിന്റെ കുറ്റം മറ്റുള്ളവരുടെ. ഏതെങ്കിലും പാസ്റ്ററോട് പ്രാർത്ഥന വിഷയമായി പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലറിന്റെ അടുത്ത് പോയി പറയുന്നതോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്വത്രം. മറ്റുള്ളവരുടെ ഇടയിൽ ഞാനാണ് നല്ലവനെന്ന് കാണിക്കുക ചില മാതാപിതാക്കൾ ഞാൻ പല കുടുംബങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്വത്രം. സ്വന്തം അപ്പന്റെ കുറ്റം സ്വന്തം മക്കളോട് പറയുകയാണ്. സ്തോത്രം. സ്വന്തം അമ്മയുടെ കുറ്റം അപ്പൻ മക്കളോട് പറയുകയാണ്, മാറ്റിയിരുത്തിയിട്ട്. സ്തോത്രം. എന്നെ മാത്രം എൻ്റെ മക്കൾ സ്നേഹിച്ചാൽ മതി, അതെല്ലാം വേണമെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ വാക്കുകളിലേക്ക് ഇതൊന്നും കർത്താവിന്റെ സ്വഭാവമല്ല കേട്ടോ. സ്തോത്രം. നമ്മൾ പല പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ, ഈ യൂത തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയത്തില്ലേ, പക്ഷെ എപ്പോഴെങ്കിലും യോഹന്നാനോട് പറഞ്ഞോ ഇവൻ നാളെ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞോ? സ്തോത്രം. ഇല്ല. യേശു കർത്താവ് ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. സ്തോത്രം. യേശു കർത്താവ് ഒരിക്കലും തുറന്നു കാണിച്ചില്ല. ആ വ്യക്തിയോട് പല പ്രാവശ്യം ദൈവം പല വാണിംഗ് കൊടുത്തെങ്കിലും കർത്താവിനില്ലാത്തൊരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കർത്താവിനില്ലാത്ത ഒരു വാക്ക് നമുക്ക് വേണ്ട. നമ്മുടെ ചെവി വരെ ഒരു വാർത്ത കേട്ടെങ്കിൽ ഈ ചെവി കൊണ്ട് അത് നിൽക്കട്ടെ. സ്തോത്രം. അപ്പുറത്തേക്ക് നാവ് കൊണ്ട് പുറപ്പെടുന്നത് അല്ല ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത്. ചില ആളുകൾ നന്നായി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ ദൈവത്തിന് ഹല്ലേലൂയ എന്ന് പറയുകയും പ്രാർത്ഥന കഴിഞ്ഞ് റോഡിൽ കൂടി പോകുന്ന വഴിയിലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ റോഡിൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വാട്സാപ്പ് മെസ്സേജുകളിലും വോയിസ് മെസ്സേജുകളിലും മറ്റുള്ളവരുടെ കുറ്റങ്ങളല്ലാതെ ഷെയർ ചെയ്യുവാൻ കഴിവില്ലാത്തതുപോലെ സാത്താന്റെ അടിമത്വത്തിൽ കിടക്കുന്ന യഹൂദാജനത്തിന്റെ സ്വഭാവം പോലെ എന്നെ അതിൽ നിന്ന് കർത്താവ് വിടിവിച്ചതാണെന്ന് പോലും അറിയാതെ കൊരിന്ത്യ സഭയെ പോലെ ആത്മീയത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസിനെതിരെ വരെ സ്വത്രം മറ്റുള്ളവരോട് കുറ്റം പറയുന്ന ആത്മീക ഗോളത്തിലേക്ക് ഇന്നത്തെ സഭകൾ വല്ലാതെ വീണുപോയി എന്നത് വാസ്തവമായ സത്യമാണ്. ചിലർ സ്വന്തം അപ്പനെ കുറിച്ച് കുറ്റം പറയുന്നു, ചില ആളുകൾ സ്വന്തം അമ്മയെ പറ്റി കുറ്റം പറയുന്നു. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചോ അത് കർത്താവിന്റെ പദ്ധതിയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ക്രൂരനായ ഒരു പിതാവിനെയാണ് ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിൽ അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് കേട്ടോ. അതിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ വന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ആ വചനങ്ങളെ ഒന്ന് കേട്ടിരുന്നാട്ടെ. സ്തോത്രം. നമുക്ക് മറ്റൊരാളെ തെറ്റ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തകർത്തു കളയുവാൻ വേണ്ടി അവർക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ, അവർ നശിച്ചു പോകട്ടെ എന്ന രീതിയിൽ ദൂഷണം പറയുന്നത് നമുക്ക് നന്മയല്ല. സ്തോത്രം. എന്നാൽ അറിയാതെ നമുക്ക് ഈ മനോഭാവം വരും. ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിൽ അറിയാതെ വീണുപോകും. അറിയാതെ പോലും ഇങ്ങനെയുള്ള ഭാവം ക്രിസ്തുവിൻ്റെതല്ല കേട്ടോ. യേശുവിന് എല്ലാവരെ കുറിച്ച് കുറ്റങ്ങൾ അറിയാമായിരുന്നു. മനസ്സിൽ ചിന്തിക്കുന്നത് പോലും യേശുവിന് അറിയാമായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ കടന്നു പോകുന്നതെല്ലാം യേശുവിന് വായിച്ചെടുക്കാമായിരുന്നു. എന്നാൽ അവിടെയുള്ള ആ സമയങ്ങളിൽ പോലും ആവശ്യമുള്ളത് മാത്രം ശിഷ്യന്മാരെ യേശു മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചു. അവരുടെ എല്ലാ മനസ്സിന്റെ ചിന്തയും അറിഞ്ഞിട്ട് ഇവനിങ്ങനെയാണ് അങ്ങനെയാണെന്ന് യേശു പോയില്ല. സ്തോത്രം. അവരെ അപകീർത്തിപ്പെടുത്തുവാൻ യേശു ശ്രമിച്ചില്ല. അവരെ മുന്നോട്ടുള്ള ആത്മീക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെ തിരുത്തുവാൻ ഉള്ളത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അറിഞ്ഞ് യേശു തിരുത്തിയെങ്കിലും ശിഷ്യന്മാരുടെ മനസ്സിൽ പോകുന്ന എല്ലാ ചിന്തകളിലും യേശു കയറി പിടിക്കുവാൻ വേണ്ടി പോയില്ല. അത് വെച്ചിട്ട് അവരെ കൊച്ചാക്കുവാൻ യേശു ശ്രമിച്ചില്ല എന്നത് വാസ്തവമായ സത്യമാണെന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി ഇനി നമ്മൾ തുറന്ന് കേട്ട കാര്യങ്ങൾ പോലും ആണെങ്കിൽ, ഇനി ശരിയാണെങ്കിൽ പോലും നമ്മൾ അവരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി, അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി, അവരെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കുറ്റം പറയുന്നെങ്കിൽ സ്തോത്രം, നമ്മളാരും കുറ്റത്തിൽ നിന്നും വിടിവിക്കപ്പെട്ടവരല്ല, നമ്മളാരും പൂർണ്ണ വിശുദ്ധരല്ല എന്നത് ബോധ്യമുള്ളവർ ഈ കുറ്റം പറഞ്ഞ് തുടങ്ങുമ്പോഴേ അങ്ങ് നിർത്തും. ഈ കുറ്റം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അതിന് ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, കുറ്റം പറയുന്നവർ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നല്ലവനാണോ ചിന്തിക്കുന്നത്, അല്ലെ? ഞാൻ നല്ലവനാണ് എന്ന് ഇപ്പൊ ഞാൻ പറയും, ഞാൻ പലപ്പോഴും നമ്മൾ പ്രസംഗം കേട്ടിട്ടുള്ളതാണല്ലോ, 10ാം ക്ലാസ് ഞാൻ തോറ്റെങ്കിൽ ഞാൻ തോറ്റ മറ്റേയാളെ കളിയാക്കുമോ, അല്ലെങ്കിൽ ആ വിദ്യ തോറ്റെന്ന് പറയുന്നതോടൊപ്പം നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്ത് പോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ നമ്മൾ 9ാം ക്ലാസ്സിൽ തോറ്റു കിടക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ തോറ്റവനെ നമ്മൾ കൊച്ചാക്കുവോ? ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൽ തോറ്റു കിടന്നിട്ടാണ് 10ാം ക്ലാസ്സിൽ തോറ്റവന്റെ കുറ്റം പറയുന്നത്. നമ്മളുടെ കർത്താവിന്റെ മുന്നിൽ നമ്മൾ കിടക്കുന്ന പരാജയങ്ങൾ കർത്താവിനറിയാം. സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ചിന്തകളിലാണ്, ഏതൊക്കെ നിലവാരങ്ങളിലാണ് ദൈവവചനമെ തട്ടിച്ചു നോക്കുമ്പോൾ തെറ്റെന്ന് കർത്താവിനെ അറിയത്തുള്ളൂ. ഒരുപക്ഷെ നമുക്ക് പോലും ഇതുവരെ മനസ്സിലായി പോലും കാണത്തില്ല. എന്നിട്ടും കോപിക്കാതെ, ക്രോധം വെളിപ്പെടുത്താതെ, ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ദൈവം ചാൻസ് തന്ന് നിർത്തിയിരിക്കെ നമ്മൾ ഇരുന്നു കൊണ്ട് കാണുന്ന വിധത്തിൽ എന്തെങ്കിലും പാപം ചെയ്ത മനുഷ്യന്റെ കുറ്റം പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പരത്തുന്ന ന്യൂസ് പേപ്പറുകളായി മാറുമ്പോൾ ഇതൊന്നും ദൈവത്തിന്റെ സ്വഭാവമല്ല, യേശുവിന്റെ സ്വഭാവമല്ല. അത് കർത്താവിന്റെ പുറകെ പോകുന്ന ഒരു രീതിയിലല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. യഹൂദന്മാർ പോയതുപോലെ നമ്മൾ പോവുകയാണ്, പിശാചിന്റെ മക്കളുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണം. സ്വത്രം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് ഒരു വാർത്ത പറയുമ്പോൾ നിങ്ങൾ കേൾക്കരുത്. പലപ്പോഴും നമ്മൾ പ്രസംഗം കേട്ടിട്ടില്ലേ, നിങ്ങളോട് ഒരാള് എപ്പോഴും കുറ്റം പറയും, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരുന്നാലും, നിങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ വ്യക്തി അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ കുറ്റം പറയുന്നവർ ശ്രദ്ധിച്ചോണം. അവർ നിങ്ങൾക്കെതിരെയും വിഷയങ്ങൾ ഉണ്ടാക്കും. സ്തോത്രം. അത് പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളവരാ. നമ്മൾ ആരുടെയും കുറ്റം കേൾക്കാനും പോകണ്ട, അങ്ങനെ കേൾക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും പോകണ്ട. ഇങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ കൂടെ ആക്കി വെച്ചത് കർത്താവാണ്. നമുക്ക് കർത്താവിനെ പ്രമാണത്തിനനുസരിച്ച് പോയാൽ മതി. സ്തോത്രം. നമുക്കാർക്കും അവരോട് ക്രോധം വരണ്ട, നമുക്കാരോട് അവരോട് കോപം വരണ്ട. ഇതൊക്കെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്. കോപത്തിൽ നിന്ന് ജയിക്കുവാൻ, ക്രോധത്തിൽ നിന്ന് ജയിക്കുവാൻ, ഈർഷ്യയിൽ നിന്ന് ജയിക്കുവാൻ, സ്തോത്രം, നമ്മളിപ്പോൾ വായിച്ചതുപോലെ ദൂഷണത്തിൽ നിന്നും ജയിക്കുവാൻ. അടുത്തത് വൃത്തികെട്ട ആശയവിനിമയമായ ദുർഭാഷണം. സ്തോത്രം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ആശയങ്ങളാണ് പെട്ടെന്നുള്ള കോപത്തിൽ നിന്നോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തമാശ ജീവിതത്തിൽ നിന്നോ ആകാത്ത രീതിയിലുള്ള വാക്കുകൾ വരുന്ന ആശയവിനിമയം നടത്തുന്ന ഭാഗങ്ങളാണ്. പലപ്പോഴും ചിരിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ സ്ഥലത്ത് നല്ല ഭാഷയിൽ സംസാരിക്കുകയും, യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ നാവിനെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മളൊക്കെ അവിടെ പറയുന്ന 2 കാര്യങ്ങൾ, നാവിനെ നമ്മൾ സൂക്ഷിക്കണം. സ്തോത്രം. അതുപോലെ കണ്ണിനെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായി ബൈബിൾ പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതോ ഈ കാര്യത്തിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ചില വാക്കുകൾ, അതൊന്നും ദൈവത്തിന് ഹിതകരമല്ലാത്തതാണെങ്കിൽ യേശുവിനെ നോക്കിയാട്ടെ. സ്തോത്രം. കർത്താവിന് കോപിക്കുവാൻ എത്രയോ സാഹചര്യം ഉണ്ടായിരുന്നു. തന്റെ കൂടെയായിരുന്ന ജനം അല്ലെങ്കിൽ പത്രോസ് പോലും പാപം ചെയ്തപ്പോൾ, സാത്താനെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സാത്താനെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോഴും പത്രോസിനെ സ്നേഹിച്ചുകൊണ്ടാണ് പത്രോസിൽ വ്യാപരിക്കുന്ന സാത്താനെ പുറത്താക്കിയത്. സ്തോത്രം. അപ്രകാരം ചെയ്യുവാൻ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരും ദൈവോയിതൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുവാൻ ദൈവോയിതൽ നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അവർ ക്രിസ്തുവിനെ അകറ്റുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ, ലോകത്തിന്റെ കഷ്ടങ്ങളിൽ നമുക്ക് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, അവർ അതിൽ നിന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ക്രൂശൊന്നും വേണ്ട കർത്താവേ എന്ന് പത്രോസ് വന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, പോ സാത്താനെ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാട്ടെ, ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതിന് നിങ്ങളെ ദൈവം നയിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു ആത്മീകൻ സംസാരിക്കുകയാണ്, അവനിൽ വ്യാപരിക്കുന്ന പിശാചിനെ പുറത്താക്കുവാൻ ആ സാഹചര്യത്തിൽ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എതിർത്ത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ സംസാരിക്കുന്നത് ദൈവികമായിട്ടല്ല എന്ന് തുറന്നു പറയുവാൻ കഴിയുമെങ്കിൽ പറഞ്ഞാട്ടെ, അതിൽ തെറ്റൊന്നും ദൈവവചനത്തിൽ കാണുന്നില്ല. അതിന് പകരം ലോക മനുഷ്യനെ പോലെ, മുമ്പേ നമ്മൾ നടന്നു പോകുന്ന ആ ഒരു കാലഗതിയെ പോലെ നമ്മളും അവരുമായി ഒരു ബന്ധമില്ലെങ്കിലോ, ഒരു വ്യത്യാസവും ഇല്ലെങ്കിലോ, നമുക്ക് കൊരിന്ത്യ ലേഖനം അറിയത്തില്ലേ? സ്തോത്രം. ഈർഷ്യ,
പക, പിണക്കം, പരസ്പരം പോരിന് വിളിക്കുന്നു. ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ കുറച്ചു പേര് ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. അവൻ പൗലോസ് പറയുകയാണ്, അപ്പല്ലോസാർ പൗലോസാർ അവർ നട്ടു, അവൻ അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് കർത്താവല്ലയോ. സ്വത്രം, കർത്താവല്ലേ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പത്രോസിന് കൂലി കൊടുക്കുന്ന ദൈവമുണ്ട്, അപ്പല്ലോസിന് കൂലി കൊടുക്കുന്ന ദൈവമുണ്ട്, കേഫാവിന് കൂലി കൊടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രവർത്തന മേഖലകളിൽ കൂടി ദൈവം കടത്തിവിട്ടവർക്ക് കൂലി കൊടുക്കുന്ന ദിവസമുണ്ട്. അവരാരുമല്ല ഇതിന്റെ പിന്നിൽ വ്യാപരിച്ച യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ആമേൻ, അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കെതിരെയും പകയോടെ സംസാരിക്കുവാനോ ആരുടെ കുറ്റം പറയുവാനോ നമുക്കില്ല. ഇന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥന തീരുമ്പോൾ ഈ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, ആമേൻ, ഒരുപക്ഷെ ആമേൻ പ്രായത്തിലേക്ക് കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ചെറുപ്പത്തിലേക്കായിരിക്കുമ്പോഴോ ഒക്കെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലപ്പോഴും കടന്നു വരും. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പാഷ ആരോടും പറയല്ലേ, അല്ലെ ആന്റി ആരോടും പറയല്ലേ, ആരോടും പറയത്തില്ല, പിന്നെ തന്നെ നമ്മളീ പറയുന്നത്. സ്വത്രം, ആമേൻ, നമ്മൾ എനിക്കറിയാം, എനിക്ക് ഒത്തിരി ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാനൊരു സഭയിൽ, കേരളത്തിൽ ഒരു വലിയ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഞാൻ ബൈബിൾ കോളേജ് ഇരുന്നിട്ട് ഒരു ഡിസ്ട്രിക്ട് സഭയിലെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടിരുന്നു. ആ സഭയിലെ ദൈവദാസൻ ആത്മാർത്ഥമായി അവരുടെ മുന്നിൽ പ്രവർത്തിക്കുമ്പോഴും, സ്വത്രം, ഒരു കുടുംബം എന്നോട് വന്ന് പറയണം, ആ കുടുംബത്തിന് വേണ്ടി ആ ദൈവദാസൻ എന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് കുടുംബ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. സ്വത്രം, എന്നാൽ ആ വ്യക്തി എന്നെ സ്നേഹത്തിൽ പിടിച്ചു വെക്കാൻ വേണ്ടി അവരുടെ കുറ്റം ഞാൻ ഒരിക്കൽ പറഞ്ഞാണോ എന്നറിയത്തില്ല, ആ പാസ്റ്റർ കുറ്റം എന്നോട് പറയുകയാണ്. എനിക്ക് വളരെ വേദനയും വെറുപ്പും അവരോട് തോന്നി. സ്വത്രം, ആ പാസ്റ്റർ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ടും അവരുടെ നന്മയ്ക്കായിട്ടും ആഗ്രഹിക്കുകയാണ്. സ്വത്രം, എന്നാൽ അവിടെയും പക്ഷം പിടിക്കാൻ വേണ്ടി, സ്വത്രം, എങ്ങനെയെങ്കിലും ആ ദൈവദാസനെ വേദനിപ്പിക്കാൻ എന്നെ പിടിച്ചിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഇതൊന്നും ക്രിസ്തുവിന്റെ മനോഭാവമല്ല. ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേറെ ഏതോ ആരുടെ പുറകിൽ അല്ലെങ്കിൽ ഏതോ പൈശാചിക വഴിയിൽ സഞ്ചരിക്കുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ദൈവമക്കളായിരുന്നു കൊണ്ട് നമ്മൾ പിശാചിന്റെ സ്വഭാവം കാണിക്കുന്ന. അവർ പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്, ഞങ്ങൾ ആരുടെയും അടിമയായിട്ട് ഇരുന്നിട്ടില്ല. സ്വത്രം, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങളെ ആരുടെ അടിമയായിട്ടിരുന്നിട്ടില്ല. എന്നാൽ പിശാചിന് മക്കളായിരുന്നു കൊണ്ട് യഹൂദന്മാർ സംസാരിക്കുന്നതെന്ന് യേശു തുറന്നു കാണിച്ചിട്ടും യേശുവിനെ പുറത്താക്കുന്നതല്ലാതെ അവരുടെ ദൂഷണം അല്ലെങ്കിൽ അവരുടെ കുറ്റം പറച്ചിൽ, അവരുടെ മോശമായ വാക്കുകൾ അവർ നിർത്തുന്നില്ല. ക്രൂശ് വരെയും യേശുവിനെ അവർ അപമാനിക്കുവാൻ വേണ്ടി നമ്മുടെ നാവുകളെ നമ്മൾ എടുക്കരുതേ. അത് ക്രിസ്തുവിന്റെ സ്വഭാവം അല്ല എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. സ്വത്രം, വേഗത്തിൽ നമുക്ക് ഇതെന്തുകൊണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ വേണ്ടി അടുത്ത വാക്കുകൾ എടുക്കുന്നുണ്ട്. അവിടെ അല്പം ശ്രദ്ധയോടെ നമുക്കായിരിക്കണം. സ്വത്രം, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവവചനം നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും, ഒരുപക്ഷെ ദൈവവചനം കുറച്ച് 1-2 പേരെങ്കിലും ഇതിനകത്ത് ദൈവവചനത്തെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയും ഉള്ളതുമായ ഒരു ചെറിയ വേദഭാഗമാണ് അടുത്ത പറയുന്നത്. സ്വത്രം, സ്വത്രം, 10-ാം വാക്യത്തിലാണ് അത്. എന്നാൽ 9-ാം വാക്യം ആദ്യം വായിച്ചിട്ട് നമുക്ക് 10-ലേക്ക് പോകാം. വേഗത്തിൽ 9 ഒന്ന് വായിച്ചാട്ടെ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ശ്രദ്ധയോടെ, അതിൽ നമുക്ക് സിമ്പിളായി മനസ്സിലാകുന്നതാണ് ആദ്യത്തെ ഭാഗം. ആ ഭാഗം ഞാൻ ശ്രദ്ധിച്ചില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് 10-ലേക്ക് വരാം. സ്വത്രം, എന്താണ് പറയുന്നത്? അന്യോന്യം ഭോഷ്ക് പറയരുത്. സ്വത്രം, കള്ളം പറയുന്നത്. സ്വത്രം, അതും ഞാനിപ്പോ പറഞ്ഞ ഭാഗമായിട്ട് വരുന്നത്. യഹൂദന്മാർ കള്ളം പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനുമാണെന്നുള്ള രീതിയിൽ അവരോട് പറയുന്നുണ്ട്. സ്വത്രം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സ്വഭാവമല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വാ തുറന്നാൽ അവർ കള്ളമേ പറയൂ. പക്ഷെ അവർക്ക് അറിയത്തില്ല അവർ കള്ളം പറയുന്നത്. കാരണം ചെറുപ്പം മുതലേ കള്ളം പറഞ്ഞ് അത് കള്ളം അങ്ങ് പറഞ്ഞ് ആ വാ തുറന്നാൽ കള്ളം പറയുക. പക്ഷെ അവർ ചിന്തിക്കുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്, ഇദ്ദേഹം എല്ലാം വിശ്വസിക്കുന്ന. എന്നാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി ഇവർ പറയുന്നത് നല്ല കള്ളമാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാകും. കള്ളം മാത്രമേ പറയൂ. ചില ആളുകൾ പറഞ്ഞു വളരെ ഞെരുക്കത്തിലാണ്. അവര് സത്യത്തിൽ ഞെരുക്കത്തിലൊന്നും ആയിരിക്കത്തില്ല, എന്നാലും പറയും ഞാൻ വളരെ ഞെരുക്കത്തില്ല, ഞാൻ വളരെ കഷ്ടത്തിലാണ്. കാരണം എന്തിനാണെന്നറിയാമോ? ഇനി വന്ന ആള് നമ്മളോടെങ്ങാനും കടം ചോദിച്ചാലോ, നമ്മൾ അതിനു മുമ്പേ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ടങ്ങ് പറയും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്വത്രം, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ചെല്ലുമ്പോൾ, പാസ്റ്റേ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പറ്റിയിട്ട് ഈ മാസം കൊടുക്കാൻ പറ്റിയില്ല. നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല, നമ്മളൊന്നും പറഞ്ഞില്ല, നമ്മൾ മിണ്ടാതെ നിൽക്കുക. പാസ്റ്റേ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല.
സ്വത്രം. പിന്നെ അവിടെ പാലിന്റെ പൈസ പോലും പാസ്റ്റർ ഈ മാസം കൊടുക്കാൻ പറ്റിയില്ല. പിന്നെന്താണ്, പത്രം ഉണ്ടെങ്കിൽ പത്രത്തിന്റെ പൈസ പേ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര ഈ EMI കറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അവർ കുറെ കാര്യം നമ്മളിതൊന്നും EMI കാര്യം നമ്മൾ ചോദിച്ചില്ല, നമ്മൾ പത്രത്തിന്റെ കാര്യം ചോദിച്ചില്ല, പാലിന്റെ കാര്യം ചോദിച്ചു, ഒന്നും ചോദിച്ചില്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ സ്വത്രം ബാക്കി കാര്യം ഞാൻ പറയുന്നില്ലല്ലോ. സ്വത്രം. അപ്പം നമ്മൾ പലപ്പോഴും ചുമ്മാതെ പറയുന്നില്ല, പകുതിയും കള്ളം പറയുന്ന സ്വത്രം. ഇനിയും പിന്നീട് ഒരു ദിവസം ചെന്നാൽ വേറെ കുറെ കാര്യങ്ങൾ അവർക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലുണ്ട്. സ്വത്രം. ചില ആളുകൾക്ക് ഇങ്ങനെ സംഭവം എന്താണ്, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരും സ്വത്രം കാര്യങ്ങളൊക്കെ. സ്വത്രം. സത്യത്തിൽ ഇതൊക്കെ കള്ളമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. സ്വത്രം. കള്ളം പറയുകയാണെന്ന് നമുക്ക് തന്നെ ബോധ്യമാകാത്ത രീതിയിലേക്ക് കള്ളം പറയുന്നവരാണ്. ചില പറഞ്ഞ് ഞാനൊരിക്കൽ കള്ളം പറയുന്ന ഒരു വ്യക്തിയോട്, നമ്മുടെ അടുത്തൊരാളിനോട് പറഞ്ഞു അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, കള്ളമല്ല. അവർ വളരെ ശക്തമായിട്ട് ശാസിച്ചു. അവിടെ വലിയ തർക്കങ്ങളുണ്ടായി. സ്വത്രം. കള്ളമല്ലെന്ന് പറഞ്ഞ്, കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കള്ളം പറയുന്നത്. സ്വത്രം. ചില ആളുകൾ അങ്ങനെയുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വത്രം. ചില നമ്മൾ ഈ സുവിശേഷ വേലയോട്ട് അവിടെ ഇവിടേക്ക് നടക്കുന്നുണ്ട്, പല മേഖലകളിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രാർത്ഥന ഞായറാഴ്ച കൊണ്ട് വരുമല്ലോ. വരും പക്ഷേ അവർ ചുമ്മാ, അവർക്കിത് പറയുമ്പോഴേ അറിയാൻ ഇത് വരുത്തില്ലെന്ന്. സ്വത്രം. പോകാൻ ഒരു താല്പര്യവും ഇല്ല. സ്വത്രം. പക്ഷെ അവർ വെറുതെ പറയുകയാണ് വരുമെന്ന്. സ്വത്രം. അങ്ങനെ കള്ളം പറയുന്ന, അറിഞ്ഞുകൊണ്ട് കള്ളം പറയുക, അറിയാതെ കള്ളം പറയുക, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേണ്ട കേട്ടോ. നമ്മളെ സമ്പത്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാരുടെ ഒരു വലിയ നിര നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. സ്വത്രം. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ അവഗണിച്ചു പോകേണ്ട പറ്റിയില്ലല്ലോ. നമുക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ പറഞ്ഞാട്ടെ, എൻ്റെ കയ്യിൽ ഇല്ല, ഉണ്ട്, പക്ഷെ എനിക്ക് വേറെ കാര്യത്തിനുണ്ട്, പറഞ്ഞാട്ടെ. സ്വത്രം. അത് പറയുന്നതിൽ എന്താ തെറ്റ്? സ്വത്രം. എന്നാൽ കള്ളം പറയാൻ നമ്മൾ തുടങ്ങിയാൽ പിശാച് ഇനിയും ആളുകളെ കൊണ്ടുവരും നമ്മുടെ മുന്നിൽ. നമ്മളിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വത്രം. എന്നാൽ ഒരു വട്ടം സത്യം പറഞ്ഞു നോക്കേ, ചിലപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ വിജയിക്കും. 1 2 വട്ടം പറയും, പിന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ല. നമ്മുടെ ബുദ്ധി നമ്മൾ വിടത്തില്ലല്ലോ. സ്വത്രം. നമുക്ക് കുറെ ജ്ഞാനമുണ്ടല്ലോ ആദമിൽ നിന്ന് പ്രാപിച്ചത്. അത് നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കാരണം നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ ആയാൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പ്രസംഗിച്ചിരുന്നാൽ മതി. സ്വത്രം. ഞങ്ങൾ കഷ്ടപ്പെട്ട് രക്തത്തെ പിന്നെ വിയർപ്പ് തുള്ളിയാക്കി ഞങ്ങൾ അധ്വാനിച്ച് കിട്ടിയ സാഹചര്യങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റുമോ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ കള്ളം പറഞ്ഞാട്ടെ എന്നേ പറയാൻ പറ്റൂ. സ്വത്രം. എന്നാൽ കള്ളം പറയുക എന്നത് വലിയൊരു കുഴപ്പമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇതിനിടയിൽ വേറെ കാര്യത്തോട് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് എനിക്ക് 9 പറഞ്ഞു നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ പറയാം. സ്വത്രം. ഇത് വന്ന സ്ഥിതിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഈ ഭാഗം പിന്നീട് പോയി വേറെ ഒരു വട്ടം പറയാൻ പറ്റത്തില്ല. ഈ വചനം വരുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റൂ. സ്വത്രം. ഒരു ആത്മീയ ഞങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വത്രം. പുൾപിറ്റിൽ നിന്നുകൊണ്ട് ചില ആളുകൾ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ ഇനി മനസ്സിലാക്കിയാൽ എനിക്ക് ദുഃഖമൊന്നുമില്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദേവദാസന്മാരൊക്കെയാണ്. സ്വത്രം. ഞാൻ ഭക്തനായെന്നൊന്നും പറയുകയല്ല. സ്വത്രം. നാളെ ഞാൻ തെറ്റിൽ വീഴാതിരിക്കാൻ ദൈവം കൃപ തരട്ടെ. സ്വത്രം. എന്നാൽ അവര് ചില റിപ്പോർട്ടുകൾ പറയും. ചില റിപ്പോർട്ടുകൾ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി, ഇന്നത് പ്രവർത്തിച്ചു, അവിടെ ഇത്ര പേർ വന്നു, അവിടെ ചില ആളുകളുടെ റിപ്പോർട്ട്. ഞാൻ അതാണ് പറയാൻ വന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ചെറിയ സംഘടനയിലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സ്വത്രം. ഇനി അത് ബാക്കിയുള്ള താഴങ്ങൾ പിന്നീട് പറയാൻ സമയം കിട്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അവസരങ്ങളുണ്ട്, ഞാൻ അങ്ങനെ പറയാം. സ്വത്രം. ഈ ദൈവദാസന്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. സ്വത്രം. ഒരു ചെറിയ സംഘടനയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ സംഘടനയ്ക്ക് ഏതാണ്ട് 5 വർഷമായിട്ട് ഗൾഫിലുള്ള ഒരു സഭ ഒരു ദൈവദാസന് 2500 രൂപ വെച്ച് ആ സംഘടനയിൽ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന സംഘടനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവർ 5 ദൈവദാസന്മാർക്ക് 2500 രൂപ വീതം കൊടുക്കുന്നുണ്ട്. അതായത് 12500 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് അവർക്ക് ആ സഭ, ഗൾഫിലുള്ള സഭ, ഞാൻ ആ ഒരു സന്ദർഭം ഒന്നും പറയുന്നില്ല, ഗൾഫിലുള്ള സഭ അവരെ ഈ 5 കൂട്ടായ്മയിൽ നിന്ന് മനസ്സിലാക്കിയത് 2 പേര് മാത്രമേ സ്നാനപ്പെട്ടുള്ളൂ. സ്വത്രം. ഉടനെ കഴിഞ്ഞ അങ്ങേ മാത്രം സപ്പോർട്ട് അയച്ചതിന് ശേഷം വാട്സാപ്പിൽ ആ ദൈവദാസന് ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. പാസ്റ്ററെ, പോരാ, മിനിസ്ട്രി അത്ര പോരാ. അപ്പം എന്താണ് ഇതൊരു വിശ്വാസിയാണ്. അവിടുത്തെ കമ്മിറ്റിയിൽ ആരോ ഒരാളാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പോരാ പാസ്റ്ററെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, എന്താ ഈ സംഘടനയുടെ ആ ദൈവദാസൻ ചോദിച്ചു, എന്താ ദൈവദാസനെ പറഞ്ഞാട്ടെ വിശദമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പാസ്റ്ററെ, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞാൻ കാര്യങ്ങളെ ഒന്ന് വിശദമായി പഠിക്കുകയായിരുന്നു. 2 പേരും അങ്ങനെയാണ് കേട്ടോ. അത് അദ്ദേഹം അയച്ച വോയിസ് മെസ്സേജ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സ്വത്രം. ഏകദേശം ഇതിനേക്കാൾ കടുപ്പമായിട്ടുള്ളതാണ്. ഞാൻ ഇച്ചിരി ലൈറ്റായിട്ട് പറയുകയാണ്. സ്വത്രം. കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ റിപ്പോർട്ടുകൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ നോക്കുകയായിരുന്നു. ഒരു 2 പേരാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരെന്താണെന്ന് പറയുക, ഈ 2500 രൂപ ആ ദേവദാസിന് കൊടുക്കുന്നത് നിർത്തുമെന്നാണ് പറഞ്ഞത്.
ഇത് ഈ ദൈവദാസൻ ഈ ഈ ഈ സംഘടന, ഞാൻ ഈ പറഞ്ഞ കൊച്ചു സംഘടന ദൈവദാസൻ ഭക്തനായ ഒരു ദൈവദാസനാണ്. എനിക്ക് വളരെ വ്യക്തിപരം അറിയുന്നതാണ്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ ഒന്നും ആ ദിവസം വളരെ കഷ്ടപ്പെട്ടാണ് സുവിശേഷ വേല നിൽക്കുന്നത്. മറ്റുള്ള അദ്ദേഹത്തോട് വർക്ക് ചെയ്യുന്ന ദൈവദാസന്മാർക്കാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരികെ ഒരു വീഡിയോ സന്ദേശം, ഞാൻ അതിന് മറുപടി തരാമെന്ന് പറഞ്ഞൊരു വീഡിയോ സന്ദേശം ബൈബിൾ അടിസ്ഥാനത്തിൽ എൻ്റെ കയ്യിലതുണ്ട്. സ്വത്രം ശക്തമായ ഭാഷയിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം അതിനകത്ത് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനത് പറയാം. അദ്ദേഹം പറഞ്ഞു, ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് ആമേൻ സഹായിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്താട്ടെ. ആ ദൈവദാസന്മാർ ഞെരുങ്ങും എന്നത് സത്യമാണ്. എന്നാൽ നിങ്ങൾ ഈ മനോഭാവത്തിലാണ് ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇത്രത്തോളം സഹായിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചിട്ട് അടുത്ത മാസത്തെ കാര്യങ്ങൾ മുതലുള്ളത് പറഞ്ഞാട്ടെ. ചുരുക്കം ഇതാണ്, ഒരു 10-15 മിനിറ്റത്തെ വീഡിയോ ആണ്. ഞാനതിന് ചുരുക്കി പറഞ്ഞത്. ഞാനിതിന് പിന്നിലൊരു കാര്യമുണ്ട്, അത് പറയാനാണ് ഞാൻ വരുന്നത്. എന്തായാലും ഈ വീഡിയോ കൊണ്ട് അവർക്ക് സപ്പോർട്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ, അത് ബുദ്ധിമുട്ടാകത്തില്ല. ഇനി ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവർ നിർത്തുമായിരിക്കാം, പോട്ടെ. അപ്പം ആ ദൈവദാസൻ തിരക്കി ഇവരെന്താണ് ഇങ്ങനെ സംസാരിച്ചതെന്ന്. അപ്പോഴാണ് ഒരു കാര്യം ഈ ദൈവദാസനെ മനസ്സിലായത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചില സംഘടനകൾ ഫോട്ടോ എടുത്തും കള്ള റിപ്പോർട്ട് തയ്യാറാക്കിയും, കള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 40% സത്യമാണ്, ബാക്കി ബാലൻസ് ഉള്ള 60% അവർ കൊടുക്കുന്ന റിപ്പോർട്ടും ഫോട്ടോ ഒക്കെ. ഇപ്പം ഞാൻ എൻ്റെ പ്രവർത്തനം ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് എനിക്ക് തോന്നുന്നു പ്രൈസൻ പാസ്റ്ററും ഇതിനകത്തുണ്ട്, യു പിയിൽ പ്രവർത്തിക്കുന്ന ആമേൻ ഒരു ദൈവദാസനാണ് സ്വത്രം. അദ്ദേഹത്തിന്റെ സഭയിലും കൂടെ ഞാൻ പോയിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്, അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട്. എനിക്ക് അതും കൂടെ അങ്ങ് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കാം. സ്തോത്രം. ആമേൻ. ഇങ്ങനത്തെ രീതിയിലാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന സംഘടനയൊക്കെ തന്നെ, നിങ്ങൾ ചിന്തിച്ചാലും ഇനി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പേരൊന്നും പറയത്തില്ല, സംഘടനയുടെ പേരും പറയത്തില്ല. ഇവരുടെ കഠിനമായ റിപ്പോർട്ടും അവരുടെ ലീഡറിന് നന്നായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഊതിപ്പെരിപ്പിച്ചെന്ന് പറയത്തില്ല മലയാള ഭാഷയിൽ, തെറ്റായ വാക്കൊന്നും അല്ലെന്ന് തോന്നുന്നു. സ്വത്രം. ഈ കൊച്ചു കാച്ചിരി എന്തെങ്കിലും കാര്യത്തെ വലുതായിട്ട് പറയുന്നത്, അങ്ങനെ പറയുന്നത് മോശമല്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്വത്രം. അതെ. അപ്പൊ അങ്ങനെ പെരിപ്പിച്ച് കാണിക്കാൻ കഴിവുള്ള ഒരു ദൈവദാസനാണ് അവരുടെ ലീഡർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ സംഘടന നമ്മൾ സഹായിച്ചു പോകും. അപ്പൊ അവരുടെ റിപ്പോർട്ട് കൊണ്ട് ചിന്തിക്കുന്നത് ഇവർ മാത്രമേ സുവിശേഷ വേല ചെയ്യുന്നുള്ളതാണ്. സ്വത്രം. ഞാൻ നിങ്ങളോടും കൂടി ഇത് പറയാൻ കാരണം, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദൈവവേലയിൽ സഹായിക്കുന്നവരായിരിക്കാം. എൻ്റെ ഫേസ്ബുക്കിൽ നിന്നോ വാട്സാപ്പിൽ നിന്നോ നമ്മുടെ വിയോർഗീസ് പാസ്റ്ററിന്റെ ആന്റിയുടെ ഫേസ്ബുക്കിൽ അല്ലെ അങ്ങനെയുള്ള സാധനം, നമ്മൾ ആരും നോർത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്നവരാണെന്ന് പോലും അറിയില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ആണെന്ന് പോലും അറിയില്ല. നമുക്കെന്തിനാ ലോകത്തിന്റെ മാന്യത? ഇങ്ങനെയുള്ള ആമേൻ സാക്ഷ്യങ്ങളാണ് പലപ്പോഴും ദൈവവേലയിൽ നന്നായി നിൽക്കുന്നവർക്ക് തടസ്സം. എൻ്റെ ഒരു വളരെ ചെറിയ കൂട്ടായ്മയാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വലിയ കൂട്ടായ്മയാണെന്ന്. എൻ്റെ കൊച്ചു സത്യസുവിശേഷം പറയുന്നിടത്ത് എവിടെയാണ് ഇത്രത്തോളം ആളുകൾ വരുന്നത്? ഇവിടെയും വരും. എപ്പോഴാണെന്ന് അറിയാമോ? ചങ്കായി സഭ വെച്ചാൽ ആൾ വരും. ചങ്കായി സഭ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. നമ്മുടെ കേരളത്തിലൊക്കെ അല്ലാതെയും കൂടും. സ്വതന്ത്രം. ഇവിടെ ആള് കൂടണമെങ്കിൽ ചങ്കായി സഭ വെച്ചാൽ മതി. ചങ്കായി സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ കൂടുതൽ ഹിന്ദി അറിയാവുന്നവരാ. സ്വതന്ത്രം. പിന്നെ രോഗശാന്തി, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ തന്നെയാ. സ്വതന്ത്രം. രോഗശാന്തി എന്നൊരു ബോർഡ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വക്ത ബോംബെയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒരു ഫോട്ടോയും കൂടെ വെച്ചാൽ ആള് കൂടും. ഇപ്പൊ നമുക്കിവിടെ അനുമതി ലഭിച്ചാൽ ഞങ്ങൾ ഈ ജില്ലയിൽ നമുക്ക് 1000 കൂട്ടി കൺവെൻഷൻ നടത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഫോട്ടോയും നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. അല്ലാതെ സത്യസുവിശേഷം ഒരു വട്ടം നമ്മൾ പറഞ്ഞൊരു സത്യസുവിശേഷമാണെന്ന് മനസ്സിലായ, ഞാൻ വെസ്റ്റ് ബംഗാൾ സുവിശേഷ വേല അറിയിക്കാൻ പോയപ്പോൾ ആദ്യം നോക്കുമ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ ഇപ്പൊ പോകുമ്പം 30 പേര്, ചിലപ്പോൾ 20 പേര്, ചിലപ്പം 35 പേര്, ഒരു മാക്സിമം 35-ന് മേളിൽ എൻ്റെ കൂട്ടായ്മയിൽ ആള് വന്നിട്ടില്ല. സ്വത്രം. അതും വരുന്നതിൽ പകുതിയും രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്നതാ. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ ദൈവമക്കളെ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. സ്വത്രം. ഈ ഊതി വീർപ്പിച്ച് കാണിക്കുന്നത് ചില ജില്ലകളിലും ചില സ്ഥലങ്ങളിലും പെട്ടെന്നുള്ള വളർച്ചകൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരൊക്കെയോ വിതച്ചിട്ട് പോയത് ചിലർ കൊയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് എണ്ണാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകൾ സത്യസുവിശേഷത്തിലേക്ക് വരുന്നുണ്ട്, സത്യവിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. സത്യമാണെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരിടത്തും നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളെ
പറഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് സുവിശേഷത്തിലേക്ക് വരുമെന്ന്. സത്യസുവിശേഷത്തെ കേൾക്കുവാൻ പൊതുവെ ആളുകൾ കുറവുള്ളപ്പോൾ അവൻ സാക്ഷ്യങ്ങളിൽ വിശ്വസിച്ച് മയങ്ങി പാവപ്പെട്ട കൊച്ചു സംഘടനകളെയും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെയും വേർപാടോടെയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരെയും കൊച്ചാക്കി കാണിക്കരുത്. അവരോട് ഇങ്ങനെയുള്ള വോയിസ് മെസ്സേജുകൾ അയക്കുന്നത് ഒരു പാപമാണെന്ന് മനസ്സിലാക്കണം, അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. അവൻ ഇങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മൾ കുടുങ്ങരുത്, മയങ്ങരുത്. ഇവരാണ് ഏറ്റവും വലിയ സുവിശേഷകർ എന്ന് ചിന്തിക്കരുത്. അവരെയും സഹായിച്ചോട്ടെ, സഹായിക്കുന്നതാരും നിർത്തണ്ട. പക്ഷേ അവൻ ഇങ്ങനെയുള്ളതിൽ കള്ളത്തരങ്ങളുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയാം അന്യോന്യം ഭോഷ്ക് പറയരുത്. ആര്? സഭയിലുള്ളവരോട് പറയുക, നിങ്ങൾ അന്യോന്യം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ സൈമൺ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പാട്ടുകാരൻ, അന്നൊന്നും നമ്മളില്ല, സ്തോത്രം. എന്നാൽ സൈമൺ സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ പ്രസംഗിച്ചിട്ട് അവരുടെ ചർച്ചയിൽ ഇരുന്നപ്പോൾ ഞാനന്ന് ഇങ്ങനെ പോലും പ്രസംഗിക്കത്തില്ല, എന്നിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞതാ. ഞാൻ ഇതൊരു പറഞ്ഞാണ്, ജെയിംസേ, നീ ഒത്തിരി സ്ഥലത്ത് ചിലപ്പോൾ പ്രസംഗിക്കാൻ ദൈവം നിനക്ക് അവസരം തരും, പക്ഷെ ഒരിക്കലും കള്ളസാക്ഷ്യം പറയരുത്. ആമേൻ. എന്നിട്ട് അദ്ദേഹം അതിനെ വ്യക്തമാക്കി ഇങ്ങനെ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ കൊച്ചു സാക്ഷ്യത്തെ വലുതാക്കി പറയരുത്. മനസ്സിലായോ? ഒരു കൊച്ചുകാര്യം, ഞാൻ ഒരാളെ സ്നാനപ്പെടുത്തി, ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിലരെ സ്നാനപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്ന് പറയരുത്. ഒരാളാണെങ്കിൽ ഒരാളെ സ്നാനപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവമക്കളെ, ചിലപ്പോൾ ലോകത്തിന്റെ മാന്യത കുറഞ്ഞേക്കാം, ലോകത്തിന്റെ. പിന്നെ വേറെ കാര്യമുണ്ട്, അതൊരു ദൈവദാസനെന്നതിൽ പറയാൻ കഴിയുമെന്ന് അറിഞ്ഞൂടാ. ഇന്നിപ്പം നമ്മൾ ഇച്ചിരി കഷ്ടമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലേ ദൈവദാസന്മാരെ ആളുകളെ സഹായിക്കൂ. അയ്യോ ഭാഷ, ഞാൻ പട്ടിണിയാണ്, എനിക്ക് സെറ്റർ മേടിക്കാൻ പൈസയില്ല, എന്റെ കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കാൻ പൈസയില്ല, ഞാൻ വളരെ ഞെരുക്കത്തിലാണെന്ന് കരഞ്ഞു പറഞ്ഞാലേ ചിലപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് കണ്ണു തുറക്കത്തുള്ളൂ എന്നൊരു നിലവാരത്തിലേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ആളുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ ഒരുപക്ഷെ ശ്രമിക്കുന്നത്. എനിക്ക് വേണ്ടിയല്ലല്ലോ, എന്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയല്ലെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കള്ളം പറയുന്നതായിരിക്കും, പോട്ടെ. എന്നാലും ഭോഷ്ക് പറയുന്നത് പരസ്പരം, പ്രത്യേകിച്ച് സഭകളിനകത്ത്, സ്തോത്രം, ഇവിടെ വിലക്കുകയാണ്. സ്തോത്രം. എന്താണ് പറയുന്നത്? അന്യോന്യം ഭോഷ്ക് പറയരുത്. സ്തോത്രം. എന്നിട്ട് ആണ് നമ്മളിപ്പോൾ ചിന്തിച്ച, അയ്യോ അത് തുടങ്ങി വെക്കുവാനേ സമയമുള്ളൂ. സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ അവസരങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല. സ്തോത്രം. അന്യോന്യം ഭോഷ്ക് പറയരുതെന്ന് വാക്ക് വന്നപ്പോൾ ഇത്രത്തോളം പറഞ്ഞ് ഇച്ചിരി കൂടിപ്പോയി. സ്തോത്രം. കൂടിയില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ആ ഭാഗത്തിലേക്ക് നമുക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിന്റെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. അവനിത് പറഞ്ഞു തീർക്കുവാൻ സമയമില്ല, ഞാൻ ഇതാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയാൽ ഇതെന്താണെന്ന് യേശു കർത്താവ് ഉദ്ദേശിച്ചിരുന്നത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ആമേൻ. ഇതെനിക്ക് തുടങ്ങി വെക്കണമോ എന്നറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. സ്തോത്രം. ആമേൻ. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. നിങ്ങൾ പഴയ മനുഷ്യൻ, അവിടെ രണ്ട് മനുഷ്യരെ പറ്റി പറയുന്നത്. പഴയ മനുഷ്യൻ, എന്നിട്ട് അടുത്തത് പറയുകയാണ്, തൊട്ട് താഴെ പറയുന്നു പുതിയ മനുഷ്യൻ. കണ്ടല്ലോ, പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. അവിടെ പറയുന്ന രണ്ട് വാക്ക് ശ്രദ്ധിച്ചോ. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയണമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉരിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവീൻ എന്ന് പറയുന്നതിനേക്കാൾ എന്താ പറയുന്നത്? ധരിച്ചുവല്ലോ. ധരിക്കുവീൻ എന്നൊരാശയവും അതിനകത്തുണ്ട്, ഉരിഞ്ഞു കളയുവൻ എന്നൊരാശയവുമുണ്ട്. എന്നാൽ അതിൽ ധരിച്ചിരിക്കുന്നു എന്നും ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നും യഥാർത്ഥാർത്ഥവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റ് ആയി ഉരിഞ്ഞു കളവീന്നും ധരിക്കുവീന്നും ഉണ്ട്. ഇത് രണ്ടും ഇതിനകത്തുണ്ട്. സ്തോത്രം. ഇത് ഞാൻ തുടങ്ങി വെച്ചെന്ന് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. എന്തുകൊണ്ടാ കോപിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ നമ്മളുടെ ജീവിതത്തിൽ ക്രോധം വരരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ നമ്മൾ ഭോഷ്ക് പറയരുതെന്ന് പറഞ്ഞത്? ആ ശരീരത്തെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വാക്യം നോക്കിയാൽ മുമ്പേ അവയിൽ നടന്നു, അത് മുമ്പ് നമുക്കുണ്ടായിരുന്നു. അത് ക്രൂശിൽ യേശു മരിച്ചത് നമ്മൾ വിശ്വസിച്ചപ്പോൾ, യേശുവിന്റെ മരണത്തോടെ അല്ലെങ്കിൽ സ്നാനത്താൽ, ആമേൻ, കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ പ്രകാരം നമുക്ക് ജഡത്താൽ അല്ലാത്ത പരിച്ഛേദനയിൽ ദൈവം എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഉരിവൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ നോർമലാണല്ലോ. അവിടെയാണ് ഉരിഞ്ഞു കളഞ്ഞെന്ന് ഈ പറഞ്ഞ് തീർക്കാനുള്ള സമയമില്ല. എങ്കിൽ നിങ്ങളൊന്ന് തുടങ്ങി ചിന്തിച്ചാട്ടെ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ ബാക്കി പറഞ്ഞത് ചിലപ്പം രാത്രി തന്നെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ ദാസനായ പൗലോസ് പറയുക, ഉരിഞ്ഞു കളഞ്ഞെന്ന് സഭയോട് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞ് ചെളിയിൽ കളിച്ചിട്ട് വന്നിട്ട് കുളിച്ചു, എന്നിട്ട് കുളിച്ച് അടുത്ത ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് പിന്നെ ചെളിയിലേക്ക് പോയാൽ നമ്മൾ എന്ത് പറയും? കുഞ്ഞുങ്ങൾ
ഡ്രസ്സ് ഇടാറ് നിൽക്കുക, പിന്നെയും ചെളിയിലേക്ക് ഓടിപ്പോവാ. മക്കളെ, നീ ആ അഴുക്ക് ഡ്രസ്സ് എന്താ അതെ ആ ഉദാഹരണം തന്നെ എടുത്താട്ടെ. ഉരിഞ്ഞ് മാറ്റി വെച്ച ഡ്രസ്സ് പിന്നെയും എടുത്തിടാൻ പറ്റും. നമ്മളെന്ത് പറയും? അത് അഴുക്കാ മക്കളെ, അത് നമുക്ക് എടുക്കണ്ട, അത് നമ്മൾ ഉരിഞ്ഞ് കളഞ്ഞതാ. നമ്മളെന്ത് പറയും? വേറെ നല്ലതുണ്ട് മക്കളെ, അതെടുത്തിട്ടാട്ടെ എന്ന് പറയത്തില്ലേ? ഇനി ആ കുഞ്ഞ് പുതിയ വസ്ത്രം, നല്ല വസ്ത്രം എടുത്തിട്ടു, പിന്നെയും ചെളിയിലേക്ക് പോയാൽ അമ്മ എന്ത് പറയും? മക്കളെ നീ കുളിച്ചു, മക്കളെ നീ നല്ല ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനി മക്കളെ, ഇനി ആ ചെളിയിലോട്ട് പോവല്ലേ. പോയാൽ കഴുകാൻ പറ്റത്തില്ലെന്നല്ല അർത്ഥം. ഇനി പോകണ്ട. കാരണം നീതി വസ്ത്രം ധരിപ്പിച്ച് കർത്താവ് നമ്മൾ ഇരുത്തി. അതാ ഈ പൗലോസ് കൂടെ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത്. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിതൊന്ന് ചുരുക്കി പറയട്ടെ. കർത്താവ് എന്താ ഇവിടെ പറയുന്നത്? നിങ്ങളുടെ യോഗ്യതയില്ലാത്ത നടുവിൽ നിന്നും കർത്താവ് നിങ്ങളുടെ ശരീരത്തെ അവന്റെ മരണത്താൽ ഉരിഞ്ഞു കളഞ്ഞു. ഇനി നിങ്ങൾ വിശ്വസിക്കണം മക്കളെ, അവിടെ അല്ല, നിങ്ങളിപ്പോ ചെളിയിലല്ല, നിങ്ങളെ അവിടെ നിന്നും കർത്താവ് കഴുകിക്കൊണ്ടുവന്നു. എങ്ങനെ കഴുകി? രക്തത്താൽ കഴുകി. അവന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണ് എന്റെയും നിങ്ങളുടെ നീതിയുടെ വസ്ത്രം. ദൈവം നമ്മളെ മറച്ചതുകൊണ്ടാ ഞാനിങ്ങനെ അല്പമെങ്കിലും യേശുവിനെ കുറിച്ച് പറയുവാൻ ഭാഗ്യം ലഭിച്ചവനായി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് കർത്താവിന്റെ നീതി വസ്ത്രത്തിന്റെ മഹത്വം. അത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. നഷ്ടപ്പെടുത്തി കളയല്ലേ മക്കളെ എന്നാ കർത്താവ് പറയുന്നത്. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് ആ ഭാഗത്തിൽ പറഞ്ഞു വെക്കുന്നത്. സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിന് ആ തിരിച്ചറിവിലേക്ക് വരാൻ ആ സഭയോട് പറയുന്നത്. എന്ത് തിരിച്ചറിവിലേക്ക്? നിങ്ങളെ യേശു വില കൊടുത്ത് ഉരിഞ്ഞു കളഞ്ഞു, നല്ലൊരു ഡ്രസ് ഇടിച്ചു. അതുകൊണ്ട് നമുക്ക് ആ ചെളിയിലേക്ക് പോകേണ്ട, പഴയ കാലത്തിലേക്ക്. സ്വതം ഉരിഞ്ഞു കളഞ്ഞു, പുതിയത് ധരിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഇതെങ്ങനെയാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. അത് പറഞ്ഞ് തീരുവാൻ അവസരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി എന്ന് പറയട്ടെ. അത് കേവലം ന്യായപ്രമാണം ഉണ്ടല്ലോ കേട്ടോ. യേശു കർത്താവ് ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, നിങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. യേശു കർത്താവ് എന്താ പറഞ്ഞത് അവിടെ? എന്താണ് പറഞ്ഞത്? അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. യേശു കർത്താവ് പറയുകയാണ്, പഴയ തുണിയോടുകൂടി പുതിയ തുണി തുന്നുമാറില്ല, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് സൂക്ഷിക്കുമാറില്ല. എന്താണ് യേശു കർത്താവ് പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ യുഗം അവസാനിക്കുന്നു. പ്രമാണത്തിനു വേണ്ടി നിങ്ങൾ പോകുന്നു, അതൊട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും കഴിയുന്നില്ല. ഞാനിതാ ക്രൂശിൽ കൂടി പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. അവിടേക്ക് നിങ്ങൾ പഴയ ന്യായപ്രമാണമായിട്ട് വരാതെ ഇവിടെ കോപവും ക്രോധവും കളയുവാൻ കാരണം ഇത് പുതുജനനം സംഭവിച്ചു, ഉരിഞ്ഞു കളഞ്ഞു, പുതിയത് ധരിപ്പിച്ചു, പുതിയൊരു ജനനം സംഭവിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മകനായി മകളായി തീർന്നു എന്ന് ഇവിടെ പറയുന്നത്. അതാണ് നമുക്കത് പറഞ്ഞ് അവൻ പിന്നീട് മനസ്സിലാക്കാം. ജസ്റ്റ് നിങ്ങൾ പിന്നീട് വായിച്ചു, സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പുതിയ ജനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചൊരു സൃഷ്ടാവുണ്ട് നിങ്ങൾക്ക്. ആ സൃഷ്ടാവിന്റെ പ്രതിമ പ്രകാരം അവനെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ആ തിരിച്ചറിവ് കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ, ശരിയാണ്, ഞാൻ കുളിച്ചിട്ട് വന്നതല്ലേ, ശരിയാണ്, എൻ്റെ അമ്മ എനിക്ക് നല്ല വസ്ത്രം ഇട്ട് തന്നതല്ലേ. അപ്പൊ ദൂരെ മാറി നിന്ന് കൂട്ടുകാരോട് കൈവറഞ്ഞ് കളിക്കുന്നത് പോലെ ആ കളിയുടെ സ്റ്റേജിലേക്ക്, ആ ചെളിക്കുണ്ടിലേക്ക്, ആ മോശം അനുഭവത്തിലേക്ക്, ആ ചീത്തത്തരത്തിലേക്ക്, ആ കോപത്തിലേക്ക് പോകുവാൻ മക്കൾക്ക് മനസ്സില്ലാത്തതുപോലെ ഒരപ്പന്റെ മനോഭാവത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭകളോട് ഓർമ്മിച്ചുണർത്തുകയാണ്. കർത്താവിന്റെ കോപപാത്രങ്ങളായിരുന്ന നമ്മളെ അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവം നമ്മളെ ഫ്രീ ആയി നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചിരിക്കെ കർത്താവിന്റെ ഈ പൊസിഷന് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്.
ആമേൻ, നമ്മൾ കോപിക്കാതിരിക്കുന്നത് മറ്റാരും നമ്മളോട് കോപിക്കാത്തത് കൊണ്ടല്ല. ആമേൻ, നമ്മൾ ആരുടെ കള്ളം പറയാത്തത്, ആമേൻ, നമുക്ക് ഒരുപക്ഷെ നമ്മൾ സത്യം പറഞ്ഞ നന്മ ചിലപ്പോൾ കുറഞ്ഞു പോകുമായിരിക്കും, കുറഞ്ഞു പോകട്ടെ, പക്ഷേ നമുക്ക് ആ ചെളിക്കുണ്ട് വേണ്ട. ആമേൻ, നമ്മൾ തുറന്നു പറയുമ്പോൾ ആമേൻ, ഒരുപക്ഷെ ലോകം നമ്മളെ വിടക്കം തന്നുമായിരിക്കാം, കുഴപ്പമില്ല. നീതിയുടെ വസ്ത്രം ധരിച്ചതിന്റെ വില ഇത് പിന്നെ അഴുക്ക് പറ്റിക്കരുത്. കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മുടെ ഈ നീതി വസ്ത്രം. ആമേൻ, ദൈവം നമ്മളെ ധരിപ്പിച്ചു, ധരിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, ധരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒരു വെള്ള വസ്ത്രമിട്ട ഒരു വ്യക്തി അഴുക്കിൽ ചാരിയിരിക്കുമ്പോൾ എത്രത്തോളം അതിനെ സൂക്ഷിക്കാമോ അത്രത്തോളം സൂക്ഷിക്കുന്നത് പോലെ നീതിയുടെ വസ്ത്രം ധരിച്ച് കർത്താവ് ഫ്രീ ആയി നമ്മുടെ ഒരു വിലയുമില്ലാതെ ഒരിക്കലും നേടുവാൻ കഴിയാത്ത ആ വലിയ നീതി കർത്താവിന്റെ ക്രൂശുമരണത്തെ നേടിത്തന്ന് നമ്മളെ നല്ലതായി, അവൻ നല്ല സുന്ദരന്മാരായി കർത്താവിന്റെ മുന്നിൽ അവൻ വിരൂപനായി നമ്മളെ കൊണ്ട് അവൻ വിരൂപനായി തീർന്നിട്ട് നമ്മളെ പെർഫെക്റ്റ് ആക്കി പിതാവിന്റെ മുന്നിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ മറന്നുകൊണ്ട് ഈ പാപ സ്വഭാവങ്ങളിലേക്ക് പോകാതെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുറന്നുള്ള വാക്യങ്ങൾ നിങ്ങളൂടെ വായിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തിക്കൊള്ളുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇതിലുള്ള ബാക്കി ഭാഗങ്ങൾ ആമേൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ടില്ല, കർത്താവ് ആമേൻ അനുവദിക്കുന്നുവെങ്കിൽ അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ആമേൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.